പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. ജെയിനിസ് മീഡിയയിലൂടെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഇതിനുവേണ്ടി കൂടുതലായി പ്രവർത്തിക്കുന്നവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് ഞാൻ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്, ഞാൻ പൊതുവെ ഈ മതവിഷയങ്ങളിലേക്ക് അധികം കടക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനൊരു സുവിശേഷ പ്രഘോഷകനാണ്. സുവിശേഷം പ്രഘോഷിച്ചാൽ മതി, മറ്റു കാര്യങ്ങളിലേക്കൊന്നും തലയിടരുത് എന്ന് പലരും എന്നോട് പറയാറുണ്ട്. പക്ഷെ സുവിശേഷ പ്രഘോഷകൻ നല്ലത് നല്ലതാന്ന് പറയാനും അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയാനുള്ള ഒരു പ്രവാചക ദൗത്യം കൂടിയും ഒരു സുവിശേഷ പ്രഘോഷകനുണ്ട്. അമ്മേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ എന്ന സിനിമ നമ്മളതിൽ വന്നപ്പോൾ ഒരുപാട് പ്രതികരിക്കാനുള്ള കാരണം അതായിരുന്നു. ഇന്നിപ്പോ ഞാൻ നിങ്ങളൊപ്പം ആയിരിക്കുന്നത് ഒരു മുസ്ലിം പണ്ഡിതൻ. ഞാൻ ആളെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ആളെ അറിവ് കൂടിയിട്ടാണോ കുറഞ്ഞു പോയിട്ടാണെന്നോ എനിക്കറിയില്ല. ഞാൻ അതിന്റെ പകുതി ഭാഗം പറയാം. ബാലുശ്ശേരി. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വ്യക്തി ആരാണെന്നുള്ളത്. നല്ല മുസ്ലിംസും നല്ല ഹിന്ദുക്കളും നല്ല ക്രിസ്ത്യൻസും ഈ കൊച്ചു കേരളത്തിൽ മനസ്സമാധാനത്തോടെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തില് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി പലവിധ സംവാദങ്ങളും ഇട്ടുകൊണ്ട് പ്രഗത്ഭരായ ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബാലുശ്ശേരി. ഈ ബാലുശ്ശേരി ഈയിടെ എനിക്ക് 8 ദിവസം മുമ്പ് പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലിൽ പ്രസംഗിച്ച ചില ഭാഗങ്ങളാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച്. കൂടുതൽ പേരും ഇന്ന് മുസ്ലിംസിനെ കുറിച്ചാണ് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. യുക്തിവാദിയാണേലും ക്രിസംഖികളാണേലും അല്ലെങ്കിൽ മറ്റ് ഏത് വാദികളാണേലും ഒക്കെ കുറ്റപ്പെടുത്തുന്നത് മുസ്ലിംസിനെതിരെയാണ്. ഒരു മാക്സിമം കുറ്റപ്പെടുത്തട്ടെ, അതിലൂടെ അവരുടെ വരുമാന മാർഗം ലഭിക്കട്ടെ. അവരെടുക്കുന്ന സാരിയും അവർക്ക് ചിക്കൻ പീസൊക്കെ ഈ വരുമാനം കൊണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ. പക്ഷെ അതിന്റെ ഇടയില് പാലാ ബിഷപ്പ് ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരില് പാലാ ബിഷപ്പിന് ഹൗസിലേക്ക് ധർണയും ഇനി പാലാ ബിഷപ്പേഴ്സിനെതിരെ പോലീസ് കേസും എന്നിങ്ങനെ ഒരുപാട്, പ്രത്യേകിച്ച് മാധ്യമ രംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളടക്കം പാലാ ബിഷപ്പിനെതിരെ സംസാരിക്കുമ്പോഴും മുസ്ലിം വിഭാഗത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പാലാ ബിഷപ്പ് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഈ ബാലുശ്ശേരി എന്ന വ്യക്തി പല വാക്കുകളും ഇന്ന് ക്രിസ്ത്യൻസിനെ കുറിച്ച് ഒരുപാട് വേദനിപ്പിക്കുന്ന വാക്കുകളാണ് മിസ്റ്റർ ബാലുശ്ശേരി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അതിൽ കേൾക്കുമ്പോൾ, ആ വാക്കുകൾ കേൾക്കുമ്പോൾ, ഉൽപ്പത്തി മുതൽ പുസ്തകങ്ങൾ മുഴുവൻ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ അതിലെ ഏറ്റവും കൂടുതൽ മ്ലേച്ഛത നിറഞ്ഞതാണ് അപ്പൻ മകളെ പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മ്ലേച്ഛതയുള്ള സുവിശേഷങ്ങളും പഴയ നിയമങ്ങളും ആണ് ഈ ബൈബിൾ അങ്ങനെയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബാലുശ്ശേരി പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആദ്യമേ പറയുന്നത് ഹൈന്ദവ വിഭാഗം, ഞാനതൊന്ന് നിങ്ങളത് കേൾപ്പിച്ചു തരാം. പുള്ളിക്കാരുടെ നാടിന്റെ അടുത്ത് 55-60 വയസ്സായ 10-ലധികം പുരുഷന്മാരെ എനിക്കറിയാം. അതുപോലെ അനേക സ്ത്രീകൾ, വിവാഹിതരാകാതെ ഒരുപാട് സ്ത്രീകൾ ഇസ്ലാമിക സമൂഹത്തിലല്ലാതെ മറ്റ് ഇതര സമൂഹത്തിലുണ്ട്. എന്തുകൊണ്ട് ജാതക പൊരുത്തത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ ചൊവ്വാദോഷം, ശനിദശ, അങ്ങനെ അനേക അന്ധവിശ്വാസങ്ങളെ കൊണ്ട് ജീവിതം തന്നെ പൊലിഞ്ഞുപോയ അനേക സ്ത്രീകളുണ്ട്. അവരെ കുറിച്ച് വിലപിക്കാൻ മാത്രമല്ല, ബാലുശ്ശേരിയുടെ വേദന എന്ന് പറഞ്ഞാൽ ബാലുശ്ശേരിയുടെ ചുറ്റും ഒരുപാട് പുരുഷന്മാരും സ്ത്രീകളും ഹൈന്ദവരായിട്ടുണ്ടെന്ന് പറയുന്നത്. അവരെന്നാ പറയുന്നത്, അവർക്ക് ജാതക ദോഷം മൂലം അവർ വിവാഹം കഴിക്കാൻ പറ്റാതെ വേദനയോടുകൂടെ ജീവിതം പൊലിഞ്ഞുപോയ ഒരുപാട് മക്കളുണ്ടെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം മതത്തില് അങ്ങനെ വിവാഹം കഴിക്കാതെ എല്ലാവരും വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും വിവാഹം കഴിക്കാതെ ആരും ഒറ്റയാനായിട്ട് അവിടെ ഇല്ല. അപ്പൊ ഹൈന്ദവ മതത്തില് ഇതേപോലെ തന്നെ ജാതകത്തിന്റെ പേരിൽ, ചൊവ്വാദോഷത്തിന്റെ പേരില് ഒരുപാട് വ്യക്തികൾ. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് ബാലുശ്ശേരി ഇടുന്നു നോക്കുക. അടുത്ത സ്റ്റെപ്പ് ഇടുന്നൊരു ഭാഗം ഇസ്ലാമിന്റെ ഏത് ചെറിയ ന്യൂനതയും എടുത്ത് പ്രചരിപ്പിച്ച് അത് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരുമ്പോ ഇസ്ലാമിക സമൂഹം മാത്രം നന്നാകണം,
ഇസ്ലാമിക സമൂഹം എല്ലാ വിമർശനത്തിൽ മുക്തമാകണം. ഇസ്ലാമിക സമൂഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം. അപ്പൊ ഹൈന്ദവ സമൂഹത്തിലെ സ്ത്രീക്കോ? ഇത്ര വലിയ വർഗീയവാദികൾ, യുക്തിവാദികളെ പോലെ, ക്രിസംഖ്യകളെ പോലെ ഇത്ര വലിയ വർഗീയവാദികളുണ്ടോ? സ്ത്രീ സ്വാതന്ത്ര്യമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഗർഭം ധരിക്കാൻ അവസരം കൊടുക്കാത്ത, മാതാവാകാൻ അവസരം കൊടുക്കാത്ത, നല്ലൊരു സ്നേഹനിധിയായ ഭാര്യയാകാൻ അവസരം കൊടുക്കാത്ത കന്യാമഠങ്ങൾക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കുന്നില്ല? ഇത് പന്നീർ പുഷ്പം, അതിൽ പുഷ്പിക്കുകയുമില്ല, കായ്ക്കുകയുമില്ല, ഒരു മുൾച്ചെടിയോ. സ്ത്രീയുണ്ട്, മെൻസസ് പീരീഡ് എന്തിന്? ഗർഭപാത്രം എന്തിന്? സ്ഥലം എന്തിന്? മിസ്റ്റർ ബാലുശ്ശേരി, നിങ്ങൾക്ക് ശരിക്കും പറയണമെങ്കിൽ നാണമില്ല ഞാൻ പറയുന്നത്. ഇപ്പൊ അവസാനം നിങ്ങളിപ്പോ ഒന്ന് കന്യാമഠങ്ങള്, കന്യാസ്ത്രീകളെ കുറിച്ചാണ് നിങ്ങൾക്ക് ആകോടി ആകുലത. ബ്രഹ്മചാര്യം അനുഷ്ഠിച്ചിരിക്കുന്ന കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ അച്ഛന്മാരെ, ബാക്കി അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞില്ല, കന്യാസ്ത്രീമാരെ കൂടുതൽ പറയുന്നത്. ഈ കന്യാസ്ത്രീമാർക്ക് മെൻസസ് പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, അമ്മയാൻ വിതയ്ക്കപ്പെട്ടവൾ, അമ്മൂമ്മയെ വിതയ്ക്കപ്പെട്ടവൾ, അങ്ങനെ ഒരുപാട് ഉപമകള് പോലെ വാക്ക് പറഞ്ഞു. ഇത്രയും കഴിവ് ഈ കന്യാസ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ട് അവർ പനനീർ പുഷ്പങ്ങളെ കെട്ടിയിട്ട് ഇങ്ങനെ കൂട്ടിലിട്ടിട്ട് വിഷമിക്കുന്നത് നിങ്ങൾ കാണും. ഇതിനൊക്കെ നിങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന ബാലുശ്ശേരിയുടെ പുതിയൊരു കണ്ടുപിടുത്താത് ഇല്ലേ? കത്തോലിക്ക സഭ എന്താണെന്നും വിശുദ്ധ ഗ്രന്ഥം എന്താണെന്നും അല്ലെങ്കിൽ ബ്രഹ്മചാര്യത്തെ കുറിച്ചിട്ട് കത്തോലിക്ക സഭ എന്താണ് പഠിക്കുന്നതെന്നും തിരിച്ചറിയാതെ എല്ലാവരുടെ കല്യാണം കഴിച്ച് പെറ്റ് പ്രസവിക്കും. നല്ലതാ, പെറ്റ് പ്രസവിക്കാൻ തന്നെ ബൈബിള് പറയുന്നത്. പക്ഷെ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ വിളികളുണ്ട്, മനസ്സിലാക്കിയെടുക്കുക. ആ വിളികളെ ആണുങ്ങൾ അല്ലെങ്കിൽ വിളി എന്താന്ന് മനസ്സിലാക്കാതെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പറയുന്ന ബാലുശ്ശേരി അടക്കം, എനിക്ക് ഇയാളുടെ പൂർണ്ണ കാര്യമൊന്നും എനിക്കറിയത്തില്ല. ബാലുശ്ശേരി ഒരുപാട് മത നേതാക്കന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാര്, ഇതെല്ലാവരും ഇത് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കന്യാസ്ത്രീ മഠങ്ങളിൽ നിന്നും ഇറങ്ങി കൂടുതൽ ശക്തി പ്രാപിച്ചിട്ട് ഓരോ ഗ്രാമങ്ങൾ തോറും അവിടെ വികസനത്തിന് വേണ്ടി സ്കൂളുകളും കോളേജുകളും അച്ഛന്മാരും വൈദ്യരും സ്ഥാപിച്ച് അതിൽ നിന്നും പഠിച്ചിറങ്ങിയവരാ നിങ്ങളും ഞങ്ങളൊക്കെ. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ പ്രസവിക്കാമായിരുന്നില്ല എന്ന്, കല്യാണം കഴിക്കാൻ അറിയുന്നില്ല എന്ന്. ഇങ്ങനെ കത്തോലിക്ക സഭ അവരിനൊക്കെ ഓരോ ഭാഗങ്ങളും കെട്ടിയിട്ട് പൂട്ടിയിരിക്കുകയല്ലേ എന്ന്. എന്താ ബാലുശ്ശേരി നിങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്? നിങ്ങൾ ഇങ്ങനെ വാ തുറന്ന് എന്തും പറയണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഇതുപോലെ വാ തുറന്ന് പലതും പറഞ്ഞുകൊണ്ടല്ലേ ഇന്ന് മയങ്ങി കിടന്ന ക്രിസ്ത്യാനികൾ വരെ പ്രതികരിക്കാൻ തുടങ്ങിയത്? നിങ്ങൾ കുറെ ക്രിസ്ത്യാനികളുടെ പേരുകൾ പറഞ്ഞായിരുന്നല്ലോ, പ്രതികരിക്കുന്നവര് അല്ലെങ്കിൽ നിങ്ങൾ യുക്തിവാദികളും അല്ലെങ്കിൽ നിങ്ങളുടെ വിഭാഗത്തിൽ നിന്നും പിന്മാറി അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രതികരിക്കുന്ന വ്യക്തികളുടെ പേരുകളൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ള കാരണം എന്നാ? ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്നാ പറയാ, ചട്ടകം, ഞങ്ങളുടെ നാട്ടിൽ വരും, ചട്ടകം പഴുപ്പിച്ച് ഞങ്ങളത് ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തീവ്രവാദികളൊന്നുമല്ല, പക്ഷെ ഞങ്ങളുടെ മതത്തിൽ മര്യാദയ്ക്ക് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീമാരെ ഇങ്ങനെ ഇത്ര പബ്ലിക്കായിട്ട് അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ ബാലുശ്ശേരി, നിങ്ങൾ ഇതുകൊണ്ട് എന്താ നേടുന്നത്? ഇസ്ലാം മതം വിപുലീകരിക്കുകയോ? യഥാർത്ഥ മുസ്ലിംസിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അവരൊന്നും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. ഇന്നും അവർ ബഹുമാനത്തോടെയാണ് കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും അല്ലെങ്കിൽ ക്രൈസ്തവ സഭയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തിരിച്ച് ഞങ്ങളും നിങ്ങളെ പോലെ തീവ്ര ചിന്താഗതിയായ വ്യക്തികള് ഒരുപാട് സ്ഥലത്ത് തീവ്രത കൊടുത്തുകൊണ്ട് ഒരുപാട് തീവ്രവാദികളെ സൃഷ്ടിക്കാൻ നിങ്ങൾ വളരെ മിടുക്കരെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ക്രിസ്ത്യാനികളൊന്നും തീവ്രവാദികളാകാനൊന്നും പോകുന്നില്ല. പഴയ നിയമവും പുതിയ നിയമവും നിങ്ങൾ എടുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് യുക്തിവാദികളും മറ്റവരും പലവരും ഇന്ന് ക്രൈസ്തവ സഭയെ കുറ്റപ്പെടുത്തുന്നില്ല? കാരണം ക്രൈസ്തവ സഭയിൽ ഒന്നുമില്ല എന്ന്. കാരണം അതിലും മ്ലാച്ഛതയുള്ളതല്ലേ? ഉൽപ്പത്തി മുതൽ അങ്ങ് മൊത്തം മ്ലാച്ഛതകളോ ഉള്ളോ? ഒരു കാമ്പുമില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മുസ്ലിംസ് എന്ന യഥാർത്ഥത്തിൽ നിങ്ങൾ മുസ്ലിംസ് ആണോ? യഥാർത്ഥത്തില് ഒരു യഥാർത്ഥ മുസ്ലിമും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും ഒരു യഥാർത്ഥ ഹിന്ദുവും ആരെയാണ് പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന നിങ്ങളെ പോലെ ആളുകൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല രമ്യതയിൽ കഴിയുന്ന
ക്രൈസ്തവരെയും മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും വിഭജിപ്പിക്കുക. ഇതിന്റെ പിന്നിലൊക്കെ വലിയ നിഗൂഢ രഹസ്യമുണ്ടെന്ന് അറിയാം. നിങ്ങൾ പല കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇല്ലേ? പാലാ ബിഷപ്പ് അങ്ങനെ നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ എത്രമാത്രം വിവാദം സൃഷ്ടിക്കൽ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഞങ്ങൾ എത്രമാത്രം വിവാദങ്ങൾ സൃഷ്ടിക്കണം, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾക്കെതിരെ കേസുകൾ കൊടുക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങള്, അല്ലെങ്കിൽ ഉപകരണ ചാനലുകള്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സന്ധ്യ ചർച്ച നടത്താന് ഇതൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. ഈ പുള്ളിക്കാരൻ പറയുന്ന പല വാക്കുകളും, മുമ്പ് പറഞ്ഞ വാക്കുകള് നമുക്ക് ഇതുവരെ ഹൃദയത്തിൽ നിന്ന് മാറിയിട്ടില്ല. കുറച്ച് നാളത്തിനുള്ളിൽ കേരളം മുസ്ലിം രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞ വാക്കുകള് ഞങ്ങൾ മറന്നിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടേക്കൊന്നും കടന്നു പോകുന്നില്ല. അന്നേ പ്രതികരിച്ചോ? നിങ്ങൾ പ്രതികരിച്ചോ? നല്ലത് തന്നെയാണ്. ഈ പ്രതികരിക്കുമ്പോൾ ആവശ്യമില്ലാതെ പാവപ്പെട്ട ഈ കന്യാസ്ത്രീമാരെയും ഈ വൈദികരെയും എന്തിനാ നിങ്ങൾ പിടിച്ച് ഇത്രമാത്രം വിമർശിക്കാൻ കാരണം എന്താണ്? ഞങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ കത്തോലിക്ക സഭ ഇങ്ങനെ നടത്തിക്കൊണ്ടോന്ന് അറിയില്ലേ? ഭാരതത്തിൽ അറിയാം ബ്രഹ്മചര്യം എന്താണെന്നും ആ ബ്രഹ്മചര്യത്തിന്റെ ആ വിശുദ്ധി എന്താണെന്നും ഭാരത ജനതയ്ക്ക് അറിയാം. അത് നിങ്ങളിലുള്ള നല്ല മുസ്ലിംസിന് അറിയാം. ഇല്ല എല്ലാവരും പിടിച്ച് കെട്ടിച്ച് ഈ കന്യാസ്ത്രീമാരല്ലാത്തവരും എത്ര പേര് കെട്ടാൻ നടക്കുന്നുണ്ട് മുസ്ലിംസിലുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അത് ക്രിസ്ത്യൻസിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. നേരത്തെ നിങ്ങൾ ഹിന്ദു മതത്തെ കുറ്റപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെയും നടക്കുന്നുണ്ട് ജാതിയുടെ പേരിൽ, അല്ലെങ്കിൽ അവരുടെ ചൊവ്വ ദോഷത്തിന്റെ പേരില്. ഇതൊക്കെ പറയാൻ മിസ്റ്റർ നിങ്ങൾ ആരാ? നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു രമ്യതയുടെ അതിന് നിങ്ങളുടെ അടിയിലെ കമന്റ് ബോക്സ് കൊടുത്തില്ലേ, നിങ്ങളുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എത്ര പേര് മുസ്ലിം മതത്തിലേക്ക് കടന്നു വരും? ഖുർആൻ വായിക്കും. ഈ ഖുർആൻ വായിക്കണമെങ്കിലും അല്ലെങ്കിൽ മറ്റതൊക്കെ, എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുള്ളവരാ, ഒരുപാട് നല്ല സുഹൃത്തുള്ളവരാ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ മഹാ ദുരിതങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുസ്ലിം സമുദായം മാത്രമാണ് കാരുണ്യം വർഷിച്ചിട്ടുള്ളത്, മറ്റാരും കാരുണ്യം വർഷിച്ചിട്ടില്ലേ? ചില പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഇവരാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം ഇവിടെ വർഷിച്ചിട്ടുള്ളത്, മറ്റുള്ള ആരും കാരുണ്യം വർഷിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങള് ഇവിടെ ആരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്തെ നമുക്ക് നോക്കാം, ഈ കൊച്ചു കേരളത്തിൽ നോക്കാം. ഏറ്റവും കൂടുതൽ ആതുരാലയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോഴല്ലേ നിങ്ങളൊക്കെ കുറച്ച് ആതുരാലയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇവിടെ മതസ്ഥരെ ഇല്ല, ഒരു സ്കൂളാണെങ്കിലും കോളേജിലാണെങ്കിലും മറ്റു ആതുരാലയങ്ങളൊക്കെ മതവ്യത്യാസം നോക്കാതെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൈ കൊടുത്തോണ്ട് ഒരേ ഒരു ഇന്ത്യ, ഒരേ ഒരു കേരളം എന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടവരാ എല്ലാവരും. ഇല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവികരും എല്ലാവരും. വെറുതെ മുസ്ലിംസ് ഹിന്ദു ഈ സമുദായത്തെ, അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഈ സമുദായങ്ങൾ തമ്മിൽ തല്ലി തകർക്കല്ലേ? നിങ്ങളൊന്ന് ശരിക്കും ചിന്തിച്ച് പ്രസംഗിക്കുക. നിങ്ങളുടെ പ്രസംഗമൊക്കെ നല്ല തന്നെയാണെന്നേ, പക്ഷെ ഈ നല്ല പ്രസംഗങ്ങള് ഇങ്ങനെ മറ്റുള്ളവരെ കുന്തം കൊണ്ട് കുത്തി വേദനിപ്പിച്ച് ഇങ്ങനെ ഫേമസ് ആവാൻ നോക്കരുത് മിസ്റ്റർ ബാലുശ്ശേരി. ആമേൻ.